ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സ്നാക്കാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. രാവിലെയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ചീസ് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ കുട്ടികൾക്ക് ചീസ് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പ്ലേറ്റ് കാലിയാക്കി തരും. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തിയുമാണ്, ചിലവും കുറവാണ്. പിന്നെ ചീസൊക്കെ ഇപ്പോൾ എപ്പോഴും എല്ലാവരുടെ കൈകളിലും ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. കാരണം നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വളരെ പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർക്കുക. 2 ടീസ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത സവാള ചേർക്കുക. 2 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുക. വളരെ പെട്ടെന്ന് കുക്കാകാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് എഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ടത് പരത്തി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ കൂടുതൽ സമയമെടുത്ത് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും. പിന്നെ ഇത് മറിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും. സോസ് ചേർത്ത് ബാറ്റർ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് 2 സ്പൂണ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് മറിച്ചിടാനായിട്ട്. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം മറിച്ചിടുക. അതിനുശേഷം മറ്റേ ഭാഗം കൂടി നന്നായി മൊരിഞ്ഞതിന് ശേഷം അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടിത് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾക്ക് എത്ര ചീസ് റോൾസ് വേണോ അത്രയും കഷ്ണങ്ങളാക്കി ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് ആവശ്യമുള്ള പീസാക്കി ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഞാനിത് മോസറില്ല ചീസ് 2 ഇഞ്ച് നീളത്തിലും 1/2 ഇഞ്ച് കനത്തിലും ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് സ്ലൈസസ്. അത് നമുക്ക് എത്ര വേണോ അത്ര ആവശ്യമുള്ള സ്ലൈസസ് എടുക്കുക. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വളരെ ലൈറ്റായിട്ട് കട്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം ചപ്പാത്തി റോളർ ഉപയോഗിച്ച് ഇതൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ ആവശ്യമുള്ള ബ്രെഡ് ഇതുപോലെ പരത്തിയെടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഇത് സ്റ്റഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം, ടേസ്റ്റിനുള്ള ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ദോശമാവിൻ്റെ അളവിൽ ഇത് കലക്കിയെടുക്കണം. കുറേ ലൂസാകാനും പാടില്ല, ഒത്തിരി അങ്ങോട്ട് തിക്കാകാനും പാടില്ല.
എന്നിട്ടിത് നമ്മൾ കലക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യണത്. അത് രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു എഗ്ഗ് പീസും ഒരു കഷ്ണം ചീസും കൂടി വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് മാത്രം റോൾ ചെയ്തെടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്നത് ഡ്രൈ ആയി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യാം. അപ്പം ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യാവുന്നതാണ്. 2 വശവും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 വീതമാണ് പൊരിച്ചെടുക്കുന്നത്. കൂടുതൽ എണ്ണ നഷ്ടമാകാതിരിക്കാനാണ് ഞാൻ ചെറിയൊരു ബൗളിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ബ്രെഡ് കൂടുതൽ ഡ്രൈ ആയിപ്പോയി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം വേഗം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ചീസ്. അപ്പോൾ ചീസ് വെച്ചിട്ടുള്ള ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ വെക്കേഷൻ ക്ലാസ്സാണ്, പിന്നെ പോരാത്തതിന് ലോക്ക്ഡൗണും ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്നാക്സൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എപ്പോഴും ചീസ് കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര ഹെൽത്തിന് നല്ലതല്ല. അതൊക്കെ അമ്മമാരാണ് നോക്കേണ്ടത്. അത് എപ്പോഴൊക്കെ കൊടുക്കണം, എത്ര പ്രാവശ്യം കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കൂടുതൽ ചീസ് കുട്ടികൾക്കാണെങ്കിലും കൊള്ളില്ല, ഹെൽത്തിന് മോശമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സ്നാക്സൊക്കെ ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.